Binu brother. Binu. Song is there. പാട്ട് പാടുന്നില്ലേ? ഒരു പാട്ട് പാടുന്നുണ്ട്. Yes, yes, sorry. ഉണ്ണികൃഷ്ണൻ. ആത്മീയഗീതങ്ങളില് 1034 1034. കാന്തനെ കാണുവാനാർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശയിലും. കാന്തനെ കാണുവാനാർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നോരാ, കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നോരാ. ചെയ്ത പ്രിയൻ വരും നിശ്ചയം, ചെയ്ത പ്രിയൻ വരും നിശ്ചയം. കാന്തനെ കാണുവാനാർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. പാഴ്മരുഭൂമിയിൽ ക്ലേശം സാഹിക്കുകിൽ നിത്യതോറാമുഖത്തെത്തും ഞാൻ. പാഴ്മരുഭൂമിയിൽ ക്ലേശം സാഹിക്കുകിൽ നിത്യതോറാമുഖത്തെത്തും ഞാൻ. വിശ്രമിച്ചിടും ഞാൻ നിത്യ കൊട്ടാരത്തിൽ, വിശ്രമിച്ചിടും ഞാൻ നിത്യ കൊട്ടാരത്തിൽ. നിസ്തുല്യമായ പ്രതാപത്തിൽ, നിസ്തുല്യമായ പ്രതാപത്തിൽ. കാന്തനെ കാണുവാനാർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാനാർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടാകോടി ഗണം തേജസ്സിൽ. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടാകോടി ഗണം തേജസ്സിൽ. സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയനെ, സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയനെ. കാണാമതിൽ മധ്യയെഴയും, കാണാമതിൽ മധ്യയെഴയും. കാന്തനെ കാണുവാനാർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലോ. കാന്തനെ കാണുവാനാർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ഞാൻ നിനക്കുള്ളവൾ, നീ എനിക്കുള്ളവൻ, ഇന്നലെയും എന്നും എന്നേക്കും. ഞാൻ നിനക്കുള്ളവൾ, നീ എനിക്കുള്ളവൻ, ഇന്നലെയും എന്നും എന്നേക്കും. കണ്ടാൽ മതി വരാ സുന്ദര രൂപനെ, കണ്ടാൽ മതി വരാ സുന്ദര രൂപനെ. കൂടിക്കാൺമാൻ വാഞ്ചയേറുന്നേ, കൂടിക്കാൺമാൻ വാഞ്ചയേറുന്നേ. കാന്തനെ കാണുവാനാർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാനാർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ നമുക്കിടയായതിൽ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. एक बार और परमेश्वर के सामने आकर उन्हें आराधना करने के लिए हमें अवसर मिला. उनके नाम की महिमा हो. നാം ദൈവത്തെ ആരാധിപ്പാനായിട്ട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ തിടുക്കം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും പരിശോധിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. हम आराधना के लिए जब परमेश्वर के सामने होता है, हमारा दिल कितना धड़कता है, इसके बारे में हम सोचना जरूरी है. നാം ഇപ്പോൾ ഈ സാങ്കേതിക വിദ്യയുടെ മുമ്പിലാണ് ആയിരിക്കുന്നതെങ്കിലും നാം ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്നുള്ള വാസ്തവമായ തിരിച്ചറിവ് നമ്മെ ഭരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.
हमें ये याद करना है, हम तो बैठे हुए हैं कैमरा के सामने, लेकिन असली में हम परमेश्वर के सामने बैठा है, ये विचार हमारे दिल में होना चाहिए। എനിക്ക് ഒരു റിക്വസ്റ്റ് പറയുവാനായിട്ടുണ്ട്. एक चीज आपसे प्रार्थना के लिए बताना चाहता हूँ, പ്രാർത്ഥനയ്ക്കായിട്ടല്ല, ഒരു റിക്വസ്റ്റ് ആണ് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. रिक्वेस्ट है, കഴിയുന്നതും എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെക്കണം പ്ലീസ്. अपने वीडियो को आप ऑन करके रखिए, मुंह देखना चाहते हैं। ഈ സമയത്ത് മറ്റ് പല പരിപാടികളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് പലരും ആയിരിക്കുന്നത്. നിങ്ങൾ ക്ഷമിക്കണം. लोग इस समय पे क्या क्या अपने अलग अलग कामों में लगे रहते हैं कैमरा ऑफ करके। ഇന്നലെ ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു ആരാധന യോഗത്തിൽ ദൈവവചനം സൂക്ഷിക്കുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. कुछ दिन पहले एक आराधना का मीटिंग में उस परमेश्वर का वचन से सेवकाई करने के लिए मुझे बताया गया। ഈ ദിവസങ്ങളിൽ എനിക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു ആരാധന കഴിഞ്ഞ് അടുത്ത വിഷയത്തിലേക്ക് ഞാൻ ചെന്നതാണ്. अलग अलग प्रोग्राम इस हफ्ते में हमारे पास था, लेकिन एक प्रोग्राम के बाद मैं आराधना मीटिंग में गया था। എന്റെ കമ്പ്യൂട്ടറിൽ ഞാൻ കുറെ പേരുകൾ മാത്രമാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യണമെന്ന് പറഞ്ഞു. मेरे कंप्यूटर के सामने बिल्कुल कुछ नाम नजर आया कि किसी की शक्ल नजर नहीं आया। मैंने बोला उनसे कि अपने वीडियो ऑन करिए। ഞാൻ 1-2 പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ ഒരു മാന്യദേഹം, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരു മാന്യദേഹം വീഡിയോ ഓൺ ചെയ്തു. बहुत बार मैंने जब उनको बताया तो उन्होंने उसमें से एक ने अपना वीडियो ऑन करा। ആരാധന യോഗത്തിന്റെ മെസ്സേജ് കേൾക്കാൻ വേണ്ടി താൻ ഇരിക്കുകയാണ്. वो तो बिल्कुल बैठे हुए आराधना की वचन सुश्रूषक में, താൻ ഇരിക്കുകയല്ല, താൻ കിടക്കുകയാണ്. वो तो असली में लेटा हुआ था। കിടക്കുന്നതോ പോട്ടെ, ഒരു ഷർട്ട് പോലും ഇടാതെ കാലുമേ കാലും കയറ്റി വെച്ച് താൻ ഇങ്ങനെ കിടക്കുക, ആരാധനയുടെ സന്ദേശം കേൾക്കുക. उन्होंने कोई शर्ट नहीं पहना था, लेटा हुआ है, पाँव के ऊपर पाँव रख के परमेश्वर का वचन सुनने के लिए। നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഒന്നുകിൽ ഈ മീറ്റിംഗ് ലീവ് ചെയ്യണം, അല്ലെങ്കിൽ എഴുന്നേറ്റ് ഷർട്ട് ഇട്ട് അവിടെ മര്യാദയ്ക്ക് വെക്കണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പ്രസംഗം നിർത്തുന്നു പറയാൻ ഇടയായിട്ട് തീർന്നു. मैंने उनको बिल्कुल सख्ती से बोला कि शर्ट पहन के अच्छी तरह ढंग से बैठो, नहीं तो मैं बातचीत बंद करूंगा, मैं चले जाऊंगा। ഈ സമയത്ത് മറ്റ് പല കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ എന്റെ ജ്യേഷ്ഠ സഹോദരന്മാരാണ്, ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും എന്റെ ഹൃദയത്തിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ വേറെ ഏതെങ്കിലും കാര്യപരിപാടിക്ക് ഏർപ്പെടാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്ത് ആ പരിപാടിക്കായിട്ട് നിങ്ങൾക്ക് കടന്നു പോകാം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. अगर आप में से कोई ऐसा सोच रहे हैं कि और कुछ काम इसके बीच में करना है, तो कृपया ये मीटिंग से आप बाहर हो जाइए, आपको पूरा उसकी छूट है। അതല്ല എങ്കിൽ ദൈവവചനവുമായി പ്രാർത്ഥനയോടുകൂടെ അല്പസമയം, ഞാൻ അധികം സമയം എടുക്കുന്നില്ല, അല്പസമയം ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കണമേ എന്ന് ഞാൻ വിശേഷാൽ ഓർമ്മിപ്പിക്കാം. तो थोड़ी देर परमेश्वर के वचन के सामने बिल्कुल प्रार्थना के साथ हम बैठे। ഈ പാൻഡമിക് സിറ്റുവേഷൻ ഇത്രത്തോളം ഗൗരവമായി 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3-ാമത്തേത് വരുന്നു, ഇപ്പോൾ ഉള്ളത് കുറയുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ വ്യത്യസ്തമായ സാഹചര്യത്തിൽ സഹോദരന്മാരെ എന്തുകൊണ്ട് നാം ഇപ്പോഴും ഒന്നും മനസ്സിലാക്കുന്നില്ല, ഒന്നും നാം പഠിക്കുന്നില്ല? ഇത് വളരെ കഷ്ടമാണ്. ये पैंडेमिक का समय है, एक खत्म हो गया, दूसरा आ गया और तीसरा आने वाला है। हम सोचना है और डर के साथ परमेश्वर के सामने प्रार्थना के साथ हमें आना जरूरी है। ആ മനുഷ്യൻ ചെയ്ത പോലെ എല്ലാവരും ചെയ്യുന്നത് ഞാൻ ആരെയും വിമർശിക്കുകയല്ല ഞാൻ പറഞ്ഞത്. പേര് മാത്രം കാണുന്നതിൽ ബുദ്ധിമുട്ട് എനിക്കില്ല. എങ്കിലും നാം എവിടെയാണ് ആയിരിക്കുന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമായിരിക്കും. हमें ये सोचना जरूरी है हम किसके सामने हैं। उसी तरह वो आदमी जिसके बारे में मैंने बताया, उसी तरह आप नहीं हो, वो अच्छा रहेगा। വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. आपको एक वचन के एक भाग में मैं ले जाऊंगा। നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. प्रार्थना के साथ हम देखेंगे ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. फिलिपियों की पत्री उसकी 4 अध्याय की 10वां वचन को हम पढ़ेंगे। ആ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, പൗലോസിന് വേണ്ടി ഈ സഭ ഒരു ധർമ്മശേഖരം നടത്തുവാൻ ഇടയായി തീർന്നു. पौलुस के लिए पैसा इकट्ठा करने का एक काम वो कलीसिया ने किया। പൗലോസ് എന്ന അസാധാരണമായ മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുള്ള വ്യക്തിയായിരുന്നു. पौलुस को ऐसे धन का कभी जरूरत पड़ता था, बहुत काम उनको करते थे। നാം പൗലോസിന്റെ ജീവിതം പരിശോധിച്ചാൽ നാം ഒക്കെ പറയുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ നിലയിലാണ് പൗലോസിന്റെ വാക്കുകൾ എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട്. और पौलुस का जो बात करने का तरीका हमारे बोलने से बहुत अलग ढंग का है। ഞാനും നിങ്ങളും പറയാറുള്ളത്, ഞാനും നിങ്ങളും ദൈവകൃപയിലേക്ക് വന്നു, ഞാനും നിങ്ങളും പലതും ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നാം ദൈവകൃപയിലേക്ക് കടന്നു വന്നു, നമുക്ക് പണ്ടൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ നമുക്ക് എല്ലാം ഉണ്ട് എന്നുള്ള ആശയത്തിലാണ് നമ്മൾ സാക്ഷ്യം പറയാറുള്ളത്. कभी हम गवाही देते वक्त ऐसे कहते हैं कि पहले हमारे पास बहुत चीजें कुछ नहीं था, लेकिन अभी हम परमेश्वर के सामने आया
और हमें सब कुछ मिल गया, ऐसे बात करते हैं हम। എന്നാൽ പൗലോസ് അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. लेकिन पौलुस ऐसा नहीं कहते थे. തനിക്ക് ഈ വർത്തമാനകാല ജീവനാനുഭവത്തിൽ ഒന്നുമില്ലായിരുന്നു എങ്കിലും താൻ കർത്താവിൽ സന്തോഷിക്കുന്നവനായിട്ടാണ് ദൈവവചനത്തിൽ തന്നെ കാണുവാനായിട്ട് കഴിയുന്നത്. उनको अपने जिंदगी में, भौतिक जिंदगी में कुछ भी नहीं था, लेकिन परमेश्वर में बहुत खुश नजर आया गया. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. 10वां वाक्य को 4 अध्याय का 10वां वाक्य में, प्रभु में बहुत आनंदित हूं कि अब इतना दिनों के बाद तुम्हारी चिंता मेरे विषय में फिर जागृत हुए हैं. निश्चित तुम्हें आरंभ में भी इस प्रकार के विचार था. നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, तुम्हें मेरे बारे में चिंता था, നിങ്ങൾ എനിക്ക് വേണ്ടി വിചാരപ്പെട്ടു, मेरे बारे में चिंता था. എന്നാൽ പിന്നെയും വന്നപ്പോൾ വീണ്ടും നിങ്ങൾക്ക് വിചാരമുണ്ടായി. बार वापस फिर आने के वक्त भी എന്നാൽ मेरे बारे में तुम्हें विचार है, എന്നാൽ നിങ്ങൾക്ക് അവസരം കിട്ടിയില്ല. लेकिन तुम्हें उसका अवसर नहीं मिला. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ നാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? हमें जो अवसर परमेश्वर की तरफ से मिला हुआ है, उसको हम किस प्रकार से इस्तेमाल करते हैं? ഇവിടെ അവസരം കിട്ടിയില്ല എന്ന് പറയുന്നത്, इधर अवसर नहीं मिला करके क्यों बोला? അതായത് നിങ്ങൾക്ക് സാമ്പത്തികമായിരിക്കുന്ന കൂട്ടായ്മ അയച്ചു തരുവാനുള്ള വിചാരമുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള വിചാരം ഞാൻ ഉണ്ടാക്കിയില്ല, നിങ്ങൾക്ക് അതിന് അവസരം ലഭിച്ചില്ല എന്നുള്ളതാണ്. क्योंकि तुम्हें मुझे मदद करने के लिए विचार तो था, लेकिन मैंने कभी तुम्हारे सामने मेरा आवश्यकता कभी नहीं रखा. ബട്ട് യു ലാക്ക് ഓപ്പർച്യൂണിറ്റി, അവസരം കിട്ടിയില്ല. तुम्हें अवसर नहीं मिला. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. एक सवाल आपके सामने रख के मैं वचन शिक्षा में നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു? जो अवसर हमें मिला है, हमें किस ढंग से उसको इस्तेमाल करते हैं? How we use the opportunity we got. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു? जो अवसर हमें मिला है, उसको हम किस प्रकार से, किस ढंग से इस्तेमाल करते हैं? നമുക്ക് അവസരങ്ങൾ ലഭിച്ച ഏതെല്ലാം മേഖലകൾ ഈ കഴിഞ്ഞ 1.5 വർഷമായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു? पिछले 1-1.5 साल से हमें जो परमेश्वर ने अवसर दिया, कितना अवसर हमारे सामने आ चुका है. നമ്മുടെ കൂട്ടത്തിൽ കൂടിയ കൊറോണയ്ക്ക് വയസ്സ് 1.5-ഓളം കഴിഞ്ഞിരിക്കുന്നു. जो कोरोना हमारे बीच में आया, वो तो 1.5 साल की उम्र हो गया है उनको. അതൊരു വൈറസ് ആണെങ്കിലും ഇപ്പോൾ ഓടി നടക്കുന്ന ഒരു പ്രതീതി കാണാൻ കഴിയുന്നുണ്ട്. एक वायरस है, लेकिन वो चलते फिरते रहता है. 1.5 വയസ്സായല്ലോ. ഈ 1.5 വർഷം ഇത് നമ്മെ ബാധിച്ചു. നാം എല്ലാവരും ഒരു മുറിക്കുള്ളിൽ ആയിത്തീർന്നു. പക്ഷേ നമ്മുടെ അവസരങ്ങളെ നാം എങ്ങനെ ഉപയോഗിച്ചു? 1.5 साल ये वायरस हमारे पीछे था, हम कमरे में बंद हो गया, लेकिन हम अपने अवसर जो मिला है उसको इस्तेमाल कैसे? നമുക്ക് ഇപ്പോൾ കൂടി വരുവാൻ വേറെ ഒരു സാഹചര്യവും ഇല്ല ഈ സൂം മീറ്റിംഗ് ഒഴികെ. ये जूम मीटिंग के अलावा हमें एक साथ होने का कोई अवसर है नहीं. ഇത് തന്നെ നാം വളരെ ബുദ്ധിമുട്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ये भी हम बड़े मुश्किल से ही तो कर रहे हैं. ഹൃദയത്തിൽ അല്പം ഭാരം പല കാര്യങ്ങൾ തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ടതായിട്ട് വന്നത്. നിങ്ങൾ ദയവായി ക്ഷമിക്കുക. मेरे दिल में कुछ भार है, इसलिए मैं ये सब चीजें ऐसे बोल. ഇന്ന് ഇങ്ങനെയെങ്കിലും കാണുവാനും കൂടി വരുവാനുമുള്ള അവസരത്തിന്റെ മുമ്പിൽ ചിലരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായി ഇതിനെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. നേരിൽ കാണാൻ കഴിയത്തില്ല, അത് അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതുപോലും സാധിക്കുന്നില്ലാത്തതായ അനുഭവം എന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിലെ വിചാരം എന്തെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ എനിക്കിടയായി തീർന്നു. मैं ये सोचता रहता था कि बहुत लोग हमारे बीच में भी हैं जो इवन ये जो अवसर जो मिल रहा है उसके बारे में ठीक ढंग से नहीं सोचता है. ദൈവസന്നിധിയിൽ കൂടി വരുന്നതായിരിക്കുന്ന താല്പര്യങ്ങൾ എപ്പോഴേ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ദൈവജനം എത്തിക്കഴിഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? परमेश्वर के सामने इकट्ठा होने का जो एक अवसर ढूंढने का वो दिल का विचार हमारे बीच में से गायब हो जा रहा है. നമുക്ക് ലഭിച്ച എന്തെല്ലാം അവസരങ്ങൾ, ഇവിടെ ഒരു കുറവ് എന്ന വണ്ണമാണ് ഒരു വാക്ക് പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് അവസരം കിട്ടിയില്ല എന്നുള്ളതായ വാക്ക്. तुम्हें अवसर नहीं मिला, एक कमी है, ऐसा करके ही तो पौलुस बोल रहा है. ഇന്ന് രാവിലെ ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 1.5 വർഷം എന്റെ ആത്മീക ജീവിതത്തിൽ എനിക്ക് ദൈവസംബന്ധമായി ലഭിച്ച അവസരത്തെ ഞാൻ എങ്ങനെ ഉപയോഗിച്ചു? पिछले 1.5 साल में हमें जो परमेश्वर की तरफ से दिया हुआ अवसरों को
हमने किस ढंग से इस्तेमाल करा। നമുക്ക് അവസരം കിട്ടിയില്ലെന്ന് പറയാൻ ആർക്കും കഴിയുന്നില്ല. എന്നാൽ ഒരു കൂട്ടു സഹോദരങ്ങളുടെ ബന്ധത്തിൽ എന്റെ പ്രായോഗിക ജീവിതത്തിൽ ഞാൻ അനുഷ്ഠിക്കേണ്ടതാകുന്ന പ്രമാണങ്ങൾ ഞാൻ എങ്ങനെ അവസരം ഉപയോഗിച്ചു എന്നുള്ളത് ഓരോരുത്തരും ഇനിയെങ്കിലും ചിന്തിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? हमें बहुत जरूरी है ये चीज सोचना है। अवसर नहीं किया मिला करके नहीं बोलना है, हमें कैसे अवसर मिला उसके बारे में सोचना। നമ്മുടെ മുമ്പിൽ ലഭിച്ചിരിക്കുന്ന സമയങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേർന്നിരിക്കുകയാണ്. जो समय हमारे पास मिला है उसके आखिरी वक्त हम पहुंच गया है। ഇപ്പോൾ ഒരു ചാൻസ് വെച്ച് ഒരു സാധ്യത വെച്ചാണ് ഈ കാര്യം പറയുന്നെങ്കിൽ ഇനിയും അതിന് സാധ്യത ഇല്ലാതെ വണ്ണം ദൈവം ഈ അവസരത്തെയും കൂടെ എടുത്തു കളയുവാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. मैं ये सोचता हूं कि अभी हमारे पास एक अवसर है, लेकिन परमेश्वर एक दिन ये अवसर भी हमारे सामने से निकाल देगा। ഇതും ദൈവം അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ये भी परमेश्वर बंद करवाएगा, देखना। പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം പിടയുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ചിന്ത ഉണ്ടാകുന്നുണ്ടോ? ദൈവവിഷയമായി എന്റെയും നിങ്ങളുടെയും അവസരങ്ങളെ ഉപയോഗിക്കുവാൻ ഇനിയും ഇതല്ലാതെ വേറെ ഏതാണൊരു സാധ്യത? ഒന്ന് പറഞ്ഞു തരാമോ പ്രിയപ്പെട്ടവരെ? ये हमारे दिल के अंदर एक धड़कन जैसे होना चाहिए कि और क्या अवसर मिलेगा हमें परमेश्वर के सामने संगति रखने की। ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സാധാരണ ജീവിതം അല്ല, അതിന് വില കൊടുക്കേണ്ടതായ ജീവിതമാണ്. നമുക്ക് ഈ അവസരത്തിൽ വില കൊടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും? ये हमारा विश्वास की जिंदगी है, उसमें हमें कुछ कीमत देना पड़ता है। अगर इस अवसर में हम कीमत नहीं दे सकते, आगे कैसे हम बढ़ सकते हैं? കഴിഞ്ഞ പല ദിവസങ്ങളായി എന്റെ ഹൃദയത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ചില സത്യങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുവരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. मेरे दिल में जो विचार है उसको आपके सामने मैं रखना चाहता हूँ, ऐसे विचार। എനിക്ക് ഈ വിഷയം മുഴുവനിപ്പിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ചില കാര്യങ്ങൾ പറയണം എന്നാണ് എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രേരണ നൽകി തരുന്നത്. समय पूरा तो मिलेगा नहीं, लेकिन मैं कुछ बात आपके सामने रखूंगा। റോമാലേഖനം 14 അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോവുകയാണ്. रोमियों की पत्रिका उसका 14 अध्याय हम देखेंगे। വളരെ പ്രധാനപ്പെട്ടതായ ഒരു അധ്യായമാണത്. बहुत बढ़िया एक विषय उधर है। 100% പ്രായോഗികമായ ചില ആലോചനകളോട് ബന്ധപ്പെട്ടാണ് 14 അധ്യായം ആയിരിക്കുന്നത്. एकदम बिल्कुल प्रायोगिक बातें इसके अंदर लिखा गया। റോമാലേഖനത്തെ നാം പഠിക്കുമ്പോൾ इस विषय के बारे में जब पढ़ते हैं, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റോമാലേഖനത്തിന്റെ പഠനത്തിൽ ഞാൻ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. കാരണം 10-15 മണിക്കൂർ സമയം സംസാരിപ്പാൻ ദൈവം എനിക്ക് അവസരം ഉണ്ടാക്കി നൽകി തന്നു. रोमियों की पत्री से बात करने के लिए मुझे पिछले कुछ दिनों से अवसर मिल रहा था। ഞാൻ ഈ ദിവസങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് ഈ വേദഭാഗങ്ങളെ കാണുന്നത്. इसके बहुत गंभीरता से मैं सोचता हूँ। റോമാലേഖനം 1-ാമത്തെ അധ്യായം മുതൽ ഏതാണ്ട് 8-ാമത്തെ അധ്യായം വരെ ഉപദേശ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ആധികാരികമായ ഒരു പഠനമായിട്ട് അതിനെ കാണാൻ കഴിയുന്നുണ്ട്. रोमियों की पत्री 1 से लेकर 8 तक की भाग में उपदेशों के बारे में सिखलाई है। 9, 10, 11 അധ്യായങ്ങൾ ഇസ്രായേലിനോട് ബന്ധത്തിൽ നേരിട്ട് ദൈവം ചില കാര്യങ്ങൾ പറയുകയാണ്. 9, 10 और 11 के बारे में इस्राएलियों को कुछ परमेश्वर सीधा उनसे बात करता है। 12-ാമത്തെ അധ്യായം മുതൽ 15-ാം അധ്യായത്തിന്റെ മധ്യഭാഗം വരെ തികച്ചും ഒരു സഭാ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ടതായിരിക്കുന്ന പ്രായോഗിക निर्देशങ്ങളെ പറ്റിയാണ് ദൈവാത്മാവ് പറയുന്നത്. 12 से लेके 15 का बीच तक की उन्होंने एक सभा का जो कलीसिया की जिंदगी में जो चीजें देखना है एक प्रायोगिक रीति से उन्होंने बात की। 16-ാമത്തെ അധ്യായത്തിൽ 100% ചില പ്രത്യേകമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഉപസംഹാരം നടത്തുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. और 16 अध्याय में एक अलग-अलग व्यक्तित्व के बारे में बोलकर उन्होंने एक उसका कंक्लूजन में 14-ാം അധ്യായം മുഴുവനായി ചിന്തിക്കേണ്ടതാണ്. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ അത് വായിക്കാൻ മാത്രമെങ്കിലും തയ്യാറാകണം എന്ന് ഞാൻ ആരംഭമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. 14 अध्याय को समय मिलता है तो अब जरूर पढ़ना जरूरी है। ഈ 14-ാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുക എന്നാണ് പറഞ്ഞാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. इधर शुरू करते हैं कि जो विश्वास में निर्बल है उसे अपनी संगति में ले लो, ऐसे बोलकर शुरू कर रहा है। നാം ബലഹീനനായവനെ ചേർത്തുകൊള്ളണം. निर्बलों को अपने साथ लो। നമ്മുടെ മധ്യത്തിൽ ബലവാന്മാരുമുണ്ട് ബലഹീനരുമുണ്ട്. എന്നാൽ ബലവാന്മാരോടെന്ന വണ്ണം ദൈവത്തിന്റെ ആത്മാവ് പറയാണ് ബലഹീനരെ ചേർത്തുകൊള്ളണം. हमारे बीच में कुछ लोग बलवंत लोग हैं, कुछ निर्बल लोग हैं, और बलवंत लोगों से परमेश्वर कहता है कि निर्बलों को अपने साथ ले लो, संगति रखो उनसे। ഈ ബലഹീനരെ ചേർത്തുകൊള്ളുവാനുള്ള എന്റെ അവസരത്തെ ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു?
ये निर्बलों को अपने साथ लेने की जो अवसर मिला है उसको हम किस ढंग से इस्तेमाल करता है. ഇവിടെ ഒരു കൂട്ടര് പറയുന്നത് എന്ത് വേണമെങ്കിലും തിന്നാം ഭക്ഷിക്കാമെന്നാണ് ഒരു കൂട്ടര് പറയുന്നത്. किसी लोग कहते हैं कि जो भी मिलता है खा सकता है, ऐसे कहते हैं. എന്നാൽ ചിലര് പറയുന്നു ഇല്ല, ചിലതൊന്നും ഭക്ഷിക്കാനായിട്ട് കഴിയുന്നതല്ല. कुछ लोग कहते हैं कि ना ये कुछ चीजें को हमने नहीं खाना चाहिए. ഇവിടെ ബലഹീനനായവൻ പറയുന്നു ഞങ്ങൾ എല്ലാ ദിവസങ്ങളെയും ഒരുപോലെ കാണുന്നു, ഒരേ പ്രാധാന്യത കൊടുക്കുന്നു. इधर जो निर्बल कहते हैं कि हर दिन को हम एक बराबर देखते हैं. എന്നാൽ ബലഹീനനായവൻ പറയുന്നു എല്ലാ ദിവസത്തെയും മാനിക്കാൻ കഴിയുന്നില്ല, ചില ദിവസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് ബലഹീനനായ മനുഷ്യൻ പറയുന്നു. कुछ लोग कहते हैं कि जो कुछ दिनों को अलग अलग उसको ज्यादा जोर नहीं दे सकता है, ऐसे कहते हैं. ഇതിന്റെ മധ്യത്തിലാണ് പൗലോസ് അപ്പോസ്തലനായിരിക്കുന്നത്. इसके बीच में पौलुस भी खड़ा है. താൻ എഴുതുകയാണ് അവരും ദൈവത്തെ സ്തുതിക്കുന്നു ഇവരും ദൈവത്തെ സ്തുതിക്കുന്നു. और पौलुस लिखा है कि वो भी परमेश्वर को आराधना करते हैं, तुम भी परमेश्वर को आराधना. അതുകൊണ്ട് സഹോദര സഹോദരിമാർ തമ്മിൽ ദൈവജനം തമ്മിൽ ഉണ്ടാകേണ്ട, ശ്രദ്ധിക്കണം, ദൈവജനം തമ്മിൽ ഉണ്ടാകേണ്ട അതിപ്രധാനപ്പെട്ടതായ ചില വസ്തുതകളെയാണ് ഈ വേദഭാഗത്ത് ദൈവത്തിന്റെ ആത്മാവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. इधर परमेश्वर का आत्मा इतना कुछ इम्पोर्टेंट बातें जो परमेश्वर के जन के बीच में होना चाहिए उसके बारे में कहते हैं. ഒരു കൂട്ടർ ഇങ്ങനെ പറയുന്നു, ഒരു കൂട്ടർ അങ്ങനെ പറയുന്നു. നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? एक किस्म की लोग कुछ कहते हैं, कुछ और लोग कुछ और कहते हैं. हमारा चिंता किस प्रकार, നമ്മുടെ അവസരങ്ങളെ നാം എങ്ങനെ ഉപയോഗിക്കണം? हमारे अवसर को हम किस ढंग से इस्तेमाल करते हैं. ഈ അവസരങ്ങൾ ഉപയോഗിക്കുന്ന പിന്നിലെ ചില വസ്തുക്കൾ പറഞ്ഞിട്ടാണ് ആ വിഷയത്തിലേക്ക് താൻ കടന്നു വരുന്നത്. कुछ बैकग्राउंड की बातें करके ही तो आगे आ रहा हो. ആ വിഷയത്തിന്റെ കൺക്ലൂഷൻ ആയിട്ടാണ് പൗലോസ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. उसके कंक्लूजन की रीति में ये बातें इधर कहते हैं. 7-8 വാക്യങ്ങൾ, 14-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, തനിക്കായി ജീവിക്കുന്നില്ല, തനിക്കായി മരിക്കുന്നുമില്ല. और 7 और 8वां वचन में कहते हैं कि हम अपने लिए ना जीते हैं ना मरते हैं. ഇവിടെ ഒരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. एक सवाल हमारे നാം सामने. ജീവിക്കുന്നത് നമുക്കായിട്ടാണോ, നാം മരിക്കുന്നത് നമുക്കായിട്ടാണോ? क्या हम जीवित रहते हैं हमारे लिए है या मरते हैं तो हमारे लिए क्या? നമ്മുടെ ജീവിതത്തോട് നാം ചോദിക്കേണ്ട നിർണായകമായ ചോദ്യം, ഞാൻ എനിക്കായിട്ടാണോ ജീവിക്കുന്നത്? हमारे जिंदगी के बारे में हम खुद ही तो पूछना है कि क्या मैं अपने जिंदगी के लिए तो जी रहे क्या? എത്ര ഗൗരവകരമായ ഒരു വിഷയമാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ ഭാഗത്ത് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണോ? ദൈവം മുമ്പാകെ ഈ കാര്യം നാം പറഞ്ഞേ മതിയാകുകയുള്ളൂ. परमेश्वर का आत्मा हमको ये पूछता है कि हम कैसे समझते हैं कि क्या हम जीवते हैं तो हमारे लिए है क्या? പൗലോസ് അതിന് മറ്റൊരു ഭാഷ പറയുകയാണ്, ജീവിക്കുന്നെങ്കിൽ കർത്താവിനായി, മരിക്കുന്നെങ്കിൽ കർത്താവിനായി. पौलुस और जगह पे कहते हैं कि अगर मैं जीवते हैं तो परमेश्वर के लिए है, प्रभु के लिए है, मरते हैं तो प्रभु के लिए. ഇന്ന് രാവിലെ പൗലോസ് എന്ന ദൈവഭക്തനായ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ ആകത്തുകയെ മുൻനിർത്തിക്കൊണ്ട് താൻ പറയുകയാണ്, ഞാൻ ജീവിക്കുന്നെങ്കിൽ അത് കർത്താവിനായി ജീവിക്കുന്നു, ഞാൻ മരിക്കുന്നെങ്കിൽ ആ കർത്താവിനായി മരിക്കുന്നു. अपने जिंदगी के सारे चीज को देखकर वो कहते हैं, पौलुस कहते हैं कि अगर मैं जिंदा हूं, जीवित है तो परमेश्वर के लिए, मरते हैं तो परमेश्वर. പ്രിയപ്പെട്ടവരെ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. നാം ദൈവത്തിലേക്ക് ചേർക്കപ്പെടാകുന്ന സമയം സമാഗതമായിരിക്കുന്നു. രാജ്യങ്ങൾ തമ്മിൽ മനുഷ്യർ തമ്മിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ അലയുന്ന ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നാം ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ये आज की समय ऐसा समय आया है कि ना कोई एक दूसरे के बीच में शांति नहीं है. इंसान राष्ट्र के बीच में हम जीवते तो किसके लिए जीवते हैं? നാം സമ്പാദിക്കുന്നത്, നാം സ്വരുക്കൂട്ടുന്നത് ആർക്കു വേണ്ടിയാണ്? हम जो धन इकट्ठा करते हैं किसके लिए? ആത്മീക വിഷയമായി സ്വരുക്കൂട്ടുവാൻ ഇന്നും നമുക്ക് കഴിയാതെ പോകുന്നതിന്റെ കാരണം എന്താണ്? आदमी की रीति से जो धन इकट्ठा करने के लिए हमें क्यों नहीं उतर सकता है? ഇന്നും ആത്മീക വിഷയത്തിൽ താല്പര്യമില്ലാതെ പോകുന്നതിന്റെ കാരണം എവിടെയാണ് പ്രിയപ്പെട്ടവരെ? आज भी आदमी की चीजों के बारे में सोचने के लिए हमारे कोई इंटरेस्ट नहीं है. क्यों ऐसे होता है? ഇത് ഏതാണ്ട് ഒരു അവസാന സമയമാണെന്ന് തിരിച്ചറിയാത്ത ആരെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? क्या है आप में से कोई है जो इसको अंतिम समय जो समझते नहीं है? കഴിഞ്ഞ ദിവസം പലചരക്ക് കടയിൽ സാധനം വാങ്ങിക്കാൻ വന്ന ഒരു പ്രായ എന്ന സ്ത്രീ പറഞ്ഞ് കേട്ട് അത്ഭുതപ്പെടുവാൻ എനിക്കിടയായി.
दुकान में सामान लेने वाला एक औरत, बुढ़ी औरत इसके बारे में कहता था, मैं അവർക്ക് വിശ്വാസമെന്ന് അറിഞ്ഞുകൂടാ, वो तो कोई ना विश्वासी नहीं थे, അവർക്ക് ലോകമെന്ന് അറിഞ്ഞുകൂടാ, दुनिया के बारे में नहीं समझते थे, അവർക്ക് കൊറോണ എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിഞ്ഞുകൂടാ, वो नहीं समझते कोरोना क्या होता है। അവർക്ക് ആകെ കൂടി അറിയാം എന്നും 100-150 ആളുകൾ മരിക്കുന്നുണ്ടെന്ന് മാത്രം അവർക്കറിയാം. वो जानते हैं कि 100 से ज्यादा लोग मरते हैं, वही तो जानते हैं। ആ സാധു സ്ത്രീ പറഞ്ഞതാ ഇത് ദൈവം അറിയാതെ അല്ല എന്ന്. वो औरत कहते हैं कि ये बिल्कुल परमेश्वर की ज्ञान में ही है, ऐसा कहते हैं। ഇവിടെ കൂടിയിരിക്കുന്ന ദൈവജനമേ, ഞാൻ ചോദിക്കുന്നു, നമ്മിൽ എത്ര പേർ ഈ സത്യം തിരിച്ചറിയുന്നുണ്ട് ഇത് ദൈവത്തിന്റെ കാര്യപരിപാടിയാണെന്നുള്ളത്? हम में से कितने लोग समझते हैं कि परमेश्वर का ये उनका काम है ये? നാം തിരിച്ചറിയുന്നുണ്ടോ ഈ സമയത്തെ കുറിച്ച്? क्या हम समझते हैं इस समय के बारे में? ഈ ഭൂമിയിലെ ജീവനം സമാപിക്കാൻ സമയമായിരിക്കുന്നു. നാം ഈ വസ്തുത തിരിച്ചറിയുന്നുണ്ടോ ये പ്രിയപ്പെട്ടവരെ? दुनिया की जिंदगी खत्म होने के समय है, हो गया है, क्या आप समझते हो उसके बारे में? നാം ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? किसके लिए हम जीते हैं? ഞാൻ ഒരു കാര്യം ഞാൻ തെളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്പം മുമ്പ് ഉണ്ണികൃഷ്ണൻ ബ്രദർ പാടിയ പാട്ടിനകത്തും ആ സ്റ്റാൻസ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് പറയാണ് ഈ ഭാഗത്ത് മൂന്നാമതായി, നാം ജീവിക്കുന്നുവെങ്കിലും നാം മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. इधर भी और हमारे जो गीत में भी ये बात जिक्र हुआ है कि हम जीवते तो प्रभु के लिए, मरते तो प्रभु के लिए। നാം കർത്താവിനുള്ളവരാണ് പ്രിയപ്പെട്ടവർ. हम परमेश्वर का, प्रभु का बच्चे हैं। എനിക്ക് ആ ഭാഗം മുന്നിൽ കണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ സമയം എന്റെ മുമ്പിൽ കാണുന്നില്ല. बहुत चीज आपके से बात करना है, लेकिन समय नहीं है मेरे पास। നാം കർത്താവിനുള്ളവരാണ്. हम परमेश्वर का बच्चे हैं। ഇന്ന് രാവിലെ ഓരോ വിശ്വാസിയും വ്യക്തമായി തിരിച്ചറിയേണ്ട ഒരു സത്യമാണിത്. ഞാൻ കർത്താവിനുള്ളവനാണ്. आज हर विश्वासी, अब ये मेरे सामने है, आप ये पहचानना जरूरी है, मैं परमेश्वर का, प्रभु का बच्चे हैं। ഞാൻ കർത്താവിനുള്ളവനാണെങ്കിൽ अगर मैं प्रभु का- ദൈവഹിതപ്രകാരം ഒരു ആത്മീക ജീവിതം ജീവിക്കുവാൻ ഞാൻ കടംപെട്ടിരിക്കുന്നു. अगर मैं प्रभु का बच्चा है तो परमेश्वर के हित के मुताबिक एक आदमी के जीवन बिताना हमारा जिम्मेवारी। ഈ സത്യം പറഞ്ഞു തന്നിട്ട് इसको पहले ये बात करने के बाद, അതായത് 8ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ചില സത്യങ്ങൾ ദൈവാത്മാവ് പറഞ്ഞു തരികയാണ്. 8वें वचन से आगे कुछ ऐसे चीजें पवित्र आत्मा हमको दिखाता है। അതുകൊണ്ട് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു. यदि करके वो शुरू करता है। അതുകൊണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ചോദ്യമുണ്ട്. നമുക്കറിയാം എന്തുകൊണ്ട് അല്ലെങ്കിൽ ഏതുകൊണ്ട്. इसलिए करके जब कहते हैं तो सवाल आता है कि किस लिए, किस वजह से। അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരേണ്ടതായ ചില സത്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. अगर करके वो कहते हैं कि हमारे जिंदगी में लागू करने वाला कुछ सत्यों को वो कहते हैं। ഞാൻ ആ വാക്യങ്ങളെല്ലാം വായിക്കുന്നില്ല, पूरा पढ़ने का समय नहीं है मेरे पास। 10ഉം 12ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 10वां और 12वां वचन को देखते हैं। അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒരാശയത്തിലുള്ള രണ്ട് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. एक ही चीज के बारे में दो बातें उन्होंने कहा है। നിങ്ങൾ ആ ഭാഗം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം ഇതാണ്, पहले बात ये है, നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. हम सबको परमेश्वर का न्याय सिंहासन के सामने खड़ा होना ഞാൻ है। ഒന്നും കൂടെ ആ വാചകം ആവർത്തിക്കുന്നു. നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. हम सबको परमेश्वर का न्याय सिंहासन के सामने खड़ा होना है। രണ്ടാമത്തെ കാര്യം, दूसरी बात, നാം ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. 12वां में कहते हैं कि परमेश्वर को अपना लेखा देना है। നാം ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. परमेश्वर को अपना लेखा रेखा देना है। ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് എന്തിനാണ് ഇങ്ങനെ രണ്ട് വസ്തുതകളെ പറ്റി ഈ ഭാഗത്ത് തെളിവായി പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ട്? किस कारण से ये दो बातें इस भाग में क्या बताया गया है? ഏതായാലും പൗലോസിന്റെ ഉള്ളിൽ തോന്നിയ ആശയമൊന്നുമല്ല, ദൈവാത്മാവ് നൽകി തന്ന ഒരു കാര്യമാണ്. എന്താണ് പൗലോസോട് പറഞ്ഞ വാക്കിന്റെ ആശയം? ये पौलुस का कोई बात अपना सोच विचार नहीं है, ये पवित्र आत्मा का दिया हुआ है। इसका मतलब क्या है? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. हम सबको परमेश्वर का न्याय सिंहासन के सामने खड़ा है। നാം ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. हर एक को परमेश्वर को अपना लेखा देना है.
കാക്കനാടുള്ള ദൈവജനത്തോട് ചോദിച്ചാൽ ദൈവജനം എന്നോട് ഇങ്ങനെ പറയും, എന്നോട് ഇങ്ങോട്ട് പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒരു പുതിയ കാര്യമൊന്നും അല്ല സഹോദര, ഇത്ര ആവേശം കൊണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞങ്ങൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. ഒരു പക്ഷെങ്കിൽ എന്നോട് പറയുവാൻ സാധ്യതയുണ്ട്. हो सकता है कि आप लोग कहेंगे मुझसे कि देखो हमने तो इसके बारे में बहुत सुन चुका है. ഞാൻ ആത്മാർത്ഥമായി പറയുന്നു പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇനി കാണാൻ പോകുന്നത് ഒരു ന്യായാസനത്തെയാണ് കാണാൻ പോകുന്നത്. लेकिन एक चीज मैं आपसे कहना चाहता हूँ, एक न्याय सिंहासन आप देखने जा रहे हैं. ഈ രണ്ട് ആശയങ്ങളെ ഒരുമിച്ച് ചേർത്ത് എങ്ങനെ പറയട്ടെ, എന്തുകൊണ്ടാണ് നാം ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് നാം ഓരോരുത്തരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത്? किस कारण से हम ये न्याय सिंहासन के सामने खड़ा होना पड़ेगा? किस कारण से हमें ये लेखा देना पड़ेगा? എന്തുകൊണ്ട്? क्यों? क्यों? എബി ഒന്ന് പറയാൻ ശ്രമിക്കാമോ? എബി, എന്തുകൊണ്ട് നാം ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുന്നു? നമ്മൾ ക്രിസ്തുവിനുള്ളവർ നാം ആയതുകൊണ്ട്. ക്രിസ്തുവിനുള്ളവരായോണ്ട്. വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും ഒരഭിപ്രായം കൂടെ പറയാൻ? कोई और? എന്തുകൊണ്ട് നാം ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നു? किस कारण से हम परमेश्वर के सिंहासन के सामने, न्याय के सिंहासन के सामने? എന്തുകൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നു? क्यों हर एक को लेखा देना पड़ेगा परमेश्वर के सामने? നമ്മുടെ ജീവിതത്തിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നാം ക്രിസ്തുവിനുള്ളവർ ആകയാൽ നമ്മുടെ ജീവിതത്തിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. हम परमेश्वर का बच्चा होने के वजह से हमारे जिंदगी में एक अकाउंटेबिलिटी है. എന്താ ബോബൻ സുഹര ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ये क्रिश्चियन जिंदगी का मतलब क्या होता है ब्रदर? ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? क्रिश्चियन जिंदगी के आप क्या समझते हो? ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്. എന്താണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ? विश्वास, എന്തോ? വിശ്വാസ ജീവിതം, ആത്മീയ ജീവിതം. ആത്മീയ ജീവിതം, വിശ്വാസ ജീവിതം. കുഞ്ഞുവനങ്ങൾ താടിക്ക് കയ്യോ കൊടുത്തിരിക്കുന്നത് എന്താ? കുഞ്ഞുവനങ്ങളെ ഇത്രയും വർഷത്തെ പരിചയത്തിന്റെ പരിസ്ഥാനത്തിൽ എന്താ ക്രിസ്തീയ ജീവിതം? क्या है क्रिश्चियन जिंदगी? കർത്താവിനെ അനുകരിക്കുക. കർത്താവിനെ അനുകരിക്കുക. യെസ്. ജീവിതം. തമ്പിച്ചാൻ എന്തോ പറയാൻ വേണ്ടി ബന്ധപ്പെടുന്നു. എന്താ തമ്പിച്ചായ ക്രിസ്തീയ ജീവിതം? ക്രിസ്തുവിനെ അനുസരിച്ചുള്ള ജീവിതം. അനുസരിച്ചുള്ള ജീവിതം. ഞാൻ ഇനി ആരോട് ചോദിക്കുന്നത്, കാരണം സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെ ഞാൻ എല്ലാവരും ചോദിച്ചേനെ. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ സഹോദരിമാരെ, അത് ക്രിസ്തുവിന്റെ ജീവിതമാണ്. ക്രിസ്തുവിന്റെ ജീവിതം. ये जिंदगी का मतलब है कि ये प्रभु का ही जिंदगी है. ആ ജീവിതം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിന് കണക്ക് പറയേണ്ടി വരുന്നത്. वो मुझे दिया गया जिंदगी है, इसलिए मुझे लेखा देना पड़ेगा. ഇത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ജീവിക്കുവാൻ, ജീവിച്ചു തീർക്കുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഓരോന്നിനും കണക്ക് പറയണം. मुझे जीवित रहने के लिए दिया गया है, इसलिए हर एक का लेखा मुझे देना है. 2 കൊരിന്ത്യർ 5-10 വായിക്കുന്നു, അവനവൻ ശരീരത്തിലേക്ക് മോചിച്ചത് നല്ലതാകലും തീയനാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. दूसरा कुरिन्थी 5 में भी हम देखते हैं कि हम सबको प्रभु के सिंहासन के सामने जो हमने किया है उसके मुताबिक पाने के लिए खड़ा होना है. നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കണം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ. जो अच्छा किया है, जो बुरा किया है, सबका फल को प्राप्त करने के लिए क्रिस्त के सिंहासन के सामने खड़ा होना है. ഞാനും നിങ്ങളും ജീവിക്കുന്ന ജീവിതത്തെ ക്രിസ്തീയ ജീവിതം എന്ന് ആത്മാർത്ഥമായി വിശേഷിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. अगर हम अब ये बता सकते हैं कि प्रभु मेरे जिंदगी में रहता है, ऐसे बोल सकता है क्या? ഫിലിപ്പിലേഖനം 1-21 പൗലോസ് പറഞ്ഞ വാക്യം നാം എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാണെന്നുള്ള വാക്യമൊക്കെ എടുത്ത് നമ്മൾ ഉദ്ധരിക്കാറുണ്ട്. फिलिपियों की पत्री 1 में पौलुस ने जो कहा है, मैं जो जिंदा रहते तो प्रभु और मरते तो वो लाभ है, ऐसे बातें तो हम करते रहता है. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. जिंदा है तो क्रिस्त के लिए और मरना है तो वो तो फायदा है.
പൗലോസ് ആ വാക്ക് അങ്ങനെ എഴുതുന്നു വിചാരിച്ച് ആരും സമ്മതിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ ആത്മാർത്ഥമായി പറയാണ്, മരണം എന്ന് പറയുന്നത് നഷ്ടമാണ്, നഷ്ടം. हम ये बहुत अच्छी तरह जानते हैं कि मृत्यु एक नष्ट की बात होता है. അത് നഷ്ടം തന്നെ, ഒരു തർക്കവുമില്ല കാര്യത്തിൽ. ये तो लॉस होता है, नष्ट होता है. പക്ഷേ ജീവിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ മാത്രമേ മരണം ലാഭമാകുകയുള്ളൂ, അല്ല എങ്കിൽ മരണം പെരിയ നഷ്ടമാണ്. अगर जिंदा रहते हैं प्रभु के लिए तभी तो मृत्यु में लाभ होता है, नहीं तो बिल्कुल मृत्यु नष्ट से भरा हुआ. ഞാനും നിങ്ങളും ആ തീരുമാനിക്കേണ്ടത് ജീവിക്കുന്നത് ക്രിസ്തുവാണോ എന്നുള്ളത്. और हमें निर्णय लेना है कि जिंदा है तो प्रभु के लिए प्रभु है. ക്രിസ്തു ജീവിക്കുന്നുവെങ്കിൽ और प्रभु हमारी जिंदगी में ക്രിസ്തു വളരുവാനിടയാകും. और हमारे जिंदगी में वो बढ़ना है. ക്രിസ്തു വളരുന്നെങ്കിൽ प्रभु बढ़ते नहीं तो ക്രിസ്തു ഫലം കായ്പോനിടയായി തീരും. प्रभु बढ़ते तो फल निकलेगा. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 23 വാക്യങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ ഉണ്ടാകുവാനിടയാകും. गलातियों की पत्री में जैसे कहा गया, प्रभु का स्वभाव हमारे जिंदगी में आएगा. ആ നവഗുണങ്ങളാൽ ജീവിതം അനുഗ്രഹമായി തീരും. അതുകൊണ്ട് തീരുമാനിക്കുക, ചിന്തിക്കുക, ജീവിക്കുന്നത് ക്രിസ്തുവാണോ അതോ ലോകമാണോ എന്നിൽ ജീവിക്കുന്നത്. और आज ये सोचना है कि ये 5 की 23 में लिखा हुआ है, वो 9 गुणों हमारे जिंदगी में है या दुनिया हमारे जिंदगी में है. എന്നിൽ വളരുന്നത് ക്രിസ്തുവാണോ അതോ ലോകമാണോ എന്നിൽ വളരുന്നത്. मेरे अंदर जो बढ़ते हैं प्रभु है या ये दुनिया है. എന്നിൽ വളരുന്നത് ക്രിസ്തുവിന്റെ നവഗുണങ്ങളാണോ അതോ ജഡത്തിന്റെ ഗുണങ്ങളാണോ എന്നിൽ വളരുന്നത്. प्रभु का जो 9 गुण जो बताया गया है वो हमारी जिंदगी में बढ़ते हैं या दुनिया के गुणों को बढ़ते हैं. എന്നിൽ ഫലം കായ്ക്കുന്നത് ക്രിസ്തുവിന്റെ ഫലമാണോ അതോ പൈശാചിക ഫലമാണോ എന്നിൽ വളരുന്നത് അല്ലെങ്കിൽ എന്നെ കായ്ക്കുന്നത്. मेरे अंदर जो फल निकलता है क्या प्रभु का फल होता है या शैतान की फल होते हैं. നാം ഇത് രണ്ടുമായിട്ട് ന്യായാസനത്തിന് മുമ്പിലേക്ക് പോകാൻ പോവുകയാണ്. इन दोनों को लेकर हम प्रभु के सिंहासन के सामने जाने वाला है. ഇത്രയും പൗലോസ് പറഞ്ഞു കഴിഞ്ഞു. इतना उन्होंने तो बोल दिया है. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കണം 14-ാം അധ്യായത്തിന്റെ 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ 7 പ്രധാനപ്പെട്ടതായ നിർദ്ദേശങ്ങൾ പറഞ്ഞാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. इधर 7 बातों को उन्होंने बताकर आगे ये खत्म करता है. എന്റെ മുമ്പിൽ ഇനി പരിമിതമായ ചില മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ 7 കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയില്ല എനിക്കെന്നറിയാം. എന്നാൽ എല്ലാവരും നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ബൈബിളിൽ ഒന്നുകിൽ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് ഈ 7 കാര്യങ്ങൾ ഒന്ന് കുറിച്ചു വെക്കുകയെങ്കിലും ചെയ്യ പ്രിയപ്പെട്ടവരെ. ये 7 चीजों के बारे में कम से कम आप नोट तो करना जरूरी है. വിശേഷാൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. परमेश्वर का हमारे साथ. 13-ാം വാക്യം തുടങ്ങുന്നത് വളരെ വിശേഷണമായ ഒരു പദം കൊണ്ടാണ്. 13-ാമത്തെ വാക്യം 13 वचन को देखिए. എന്താ സമൂറീസ് അവിടെ വായിക്കുന്നത്? 13-ാമത്തെ വാക്യം എങ്ങനെയാണ് ആരംഭിക്കുന്നത് ഒന്ന് നോക്കാമോ? पढ़ लीजिए 13 अध्याय से शुरू करते हैं. റോമാലേഖനം 14-ാം അധ്യായമാണ്. റാന്നിയിലാണോ ബോംബെയിലാണോ എവിടെയാ എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത് 14:13. അതുകൊണ്ട് നാം ഇനിയും മതി. അതുകൊണ്ട് നാം ഇനിയും. हम आपस में 3 പദപ്രയോഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരട്ടെ. 3 चीज को आपके सामने शब्दों में. അതുകൊണ്ട് നാം ഇനി. अतः हम अभी. ഇവിടെ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന ഘനമേറിയ, ആഴമേറിയ, ഗൗരവമേറിയ ചില സത്യങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കിയിട്ട് 13-ാം വാക്യത്തിൽ ദൈവജനത്തോട് പറയാണ്, therefore, അതുകൊണ്ട് ഇനി നാം. बहुत गंभीर बातें हमारे को पहले बताने के बाद अभी 13वां वाक्य में आके कहते हैं इसीलिए अभी. എനിക്ക് ഇതെല്ലാം ഒന്ന് വിശദീകരിക്കുന്നെങ്കിൽ എന്റെ ഹൃദയം വളരെ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ 11:10 ആയിരിക്കുകയാണ്. ഇനി എത്ര സെക്കൻഡുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളെ ഞാൻ ആ വാക്യങ്ങൾ മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. मैं सिर्फ कुछ वचनों को आपको दिखाते रहूंगा समय की कमी की वजह से. ഒന്നാമത്തെ കാര്യം നമ്പർ 1 पहले वचन 13-ാം വാക്യം, നാം ഇനി അന്യോന്യം വിധിക്കരുത്. एक दूसरे पर दोष नहीं लगाना. हम നാം ഇനി അന്യോന്യം വിധിക്കരുത്. एक दूसरे पर दोष नहीं लगाना है.
ഒരു സഹോദരന്റെ നേരെ വിരൽ ചൂണ്ടരുത് പ്രിയപ്പെട്ടവരെ. एक दूसरे के ऊपर उंगली न उठा ले. അവൻ എങ്ങനെ ആയിരിക്കുന്നുവെന്ന് അറിയാൻ നാം ശ്രമിക്കുന്നെങ്കിൽ അറിഞ്ഞതിന് ശേഷം മാത്രം അവനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, കൂട്ടു സഹോദരനെ വിധിക്കരുത്. और परमेश्वर का आत्मा कहते हैं कि हम अपने साथ की जो भाई लोगों को एक दूसरे को उसके ऊपर दोष नहीं लगाना है. ഈ വാക്ക് തികച്ചും പ്രായോഗികമാണ്, 100% പ്രായോഗികമാണ്. സഹോദരനെ വിധിക്കരുത്. और ये बिल्कुल प्रायोगिक बात है. हम एक दूसरे को दोष नहीं लगाना. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മുടെ പലരുടെയും മെന്റാലിറ്റി, നമ്മുടെ പലരുടെയും ആറ്റിറ്റ്യൂഡ് മാറിപ്പോയിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? आजकल हमारे विचार, सोच विचार तो अलग हो चुका है. നാം എന്ത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് ഒരു സഹോദരനെ നേരെ നാം വിധിക്കുന്നത്? किस चीज को समझकर आप एक दूसरे के ऊपर दोष लगाता है? പൗലോസ് നൽകുന്ന ഈ ഉപദേശ വിഷയങ്ങളുടെ ഗൗരവം 100% താൻ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. ये उपदेश को जिन्होंने बता दिया बिल्कुल उसको प्रैक्टिकल लाइफ में लेके आए. ജാതീയരായ കുറെ ആളുകൾ റോമയിലെ വിശ്വാസ സമൂഹത്തിലുണ്ട്. बहुत से जाति का लोग जो है रोमियो की कलीसिया में है. അവരോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം താൻ വ്യക്തമാക്കിയാണ്, ഇനി അന്യോന്യം വിധിക്കരുത്. परमेश्वर का वचन को साफ करते हुए सफाई के साथ कहते हैं कि आप एक दूसरे के ऊपर दोष नहीं लगाना. 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, 15वां वचन को देखो. നിന്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. अगर भोजन के कारण से हम अपने भाई को उदास बनाते हो तो परमेश्वर की रीति से नहीं चलता है. നിന്റെ വിഷയം എന്ന് പറയുന്നത്, നിന്റെ വിഷയത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് ശാപ്പാട് മാത്രമാണ്. खाना ही तुम्हारा विषय बन गया है. अभी നീ അടിച്ചോ, ഇഷ്ടം പോലെ കഴിച്ചോ, ഫുൾ ടൈം ലോക്ക്ഡൌൺ ആ, 24 മണിക്കൂറും ഭക്ഷണം കഴിച്ചോ, 24 घंटा बैठकर लॉकडाउन में खाते रहो, കഴിക്കാവുന്നിടത്തോളം കഴിച്ചോ, कितना भी खाना है खाते रहो. പക്ഷെ ദൈവവചനം എന്താണ് പറയുന്നത്? കഴിക്കരുതെന്നും പറഞ്ഞിട്ടില്ല. അമിത ഭക്ഷണത്തെ പറ്റി മറ്റൊരു ആശയത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ കഴിക്കുന്നില്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ വായിക്കുന്നത്, നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരന് വ്യസനം ഉണ്ടാകരുത്. और इधर क्या लिखा है? जितना खाना तो खा लो, लेकिन तुम्हारा भोजन की वजह से तुम्हारे भाई को व्यसन दुख नहीं पहुंचना है. അടിച്ച് തൊണ്ണക്കുഴി വരെ എത്തിയിട്ട് സഹോദരൻ പട്ടിണി കിടക്കുന്നെങ്കിൽ, സഹോദരൻ ദാരിദ്ര്യം അനുഭവിക്കുന്നെങ്കിൽ, സഹോദരന്റെ പോക്കറ്റ് കാലിയായിരിക്കുന്നുവെങ്കിൽ നീ സഹോദരനെ വിഷമിപ്പിക്കുകയാണ്, ദൈവസ്നേഹ നിമിത്തം വിഷമിപ്പിക്കുകയാണ്. तुम भरा पेट का हो जाने के बावजूद और तुम्हारे भाई का पेट में कुछ भी नहीं है, ना कोई धन है उनके पास, तो तुम उसको व्यसना दुख देते हो. അവിടെ എഴുതിക്കുന്ന വാക്കുണ്ടോ? 15-ാമത്തെ വാക്യത്തിൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ലെന്ന്. उधर लिखा है कि तुम प्रेम की रीति में नहीं चलता है. നീ പറയുന്നുണ്ട് ഞാൻ സഹോദരനെ സ്നേഹിക്കുന്നെന്ന്, बोलते तो रहता है कि भाई को मैं प्रेम करता हूँ. അത് വെറും വാക്ക, പാഴ്വാക്ക. ഇങ്ങനെ പണ്ടേ വെറുതെ പറയുന്നതാ, സഹോദര ഞങ്ങൾ കൂടെ ഉണ്ട് സ്നേഹിക്കുന്നുണ്ട്, വെറുതെ പറയുന്നതാ, വെറുതെ. ये सब बेकार की बातें आप पहले से ही बोलते जा रहे हैं, बिल्कुल कुछ मतलब नहीं है. എന്നെ പറയുന്നത് എന്താണ്, പ്രവർത്തിക്കുന്ന എന്താണ്? പറയുന്നു സ്നേഹിക്കുന്നുവെങ്കിൽ, ഇവിടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് മനം പറയാണ്, നീ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നടക്കുന്നില്ല. इधर कहते हैं कि तुम अगर ऐसे ही कर रहे तो तुम प्रभु के प्रेम में नहीं चलते हैं. നാം ദൈവ സ്നേഹത്തിൽ നടക്കുന്നവർ എങ്കിൽ, तुम प्रभु के प्रेम में चलने वाला रहते. നാം ദൈവ സ്നേഹത്തിൽ ആകർഷിക്കപ്പെടുന്നവരാണെങ്കിൽ, और परमेश्वर के प्रेम में अगर आकर्षित होते हैं, ദൈവ സ്നേഹം പ്രാവർത്തികമാക്കുവാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, परमेश्वर को प्रेम को प्रायोगिक जीवन में लाना चाहते तो ദൈവനും പറയാണ്, സഹോദരനെ വിഷമിപ്പിക്കരുത്. अपने भाई को व्यसन नहीं करना है, दुख नहीं देना है. അവനെ വ്യസനിപ്പിക്കരുത്, അവനെ ദുഃഖപാത്രമാക്കി മാറ്റരുത്. उनको दुखित मत करो. ഇന്ന് സഹോദരന്മാരുടെ ഇടപെടൽ മുഖാന്തരം, സഹോദരന്മാരുടെ പ്രവൃത്തി മുഖാന്തരം കൂട്ടു സഹോദരന്മാർ എത്ര പേർ ദുഃഖിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത ഞാനും നിങ്ങളും അന്വേഷിക്കുന്നവരാണോ പ്രിയപ്പെട്ടവരെ? हमें ये सोचना है कि हमारे वजह से बाकी भाई लोगों को कितना दुख पहुंचता है, सोचना जरूरी है. ഈ സമയത്തെ ഞാനും നിങ്ങളും തിരിച്ചറിയണമേ. ഈ സമയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ പോകരുത്. ये समय को आप समझना है और इसका गंभीरता को कुछ समझना है.
മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാം പ്രധാനപ്പെട്ടതാണ്. മൂന്നാമതായിട്ട് വായിക്കുന്നത് 18-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധിക്കുക. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും ആകണം. 18 वचन में लिखता है कि मसीह को सेवा करते हैं, परमेश्वर को भाता है और मनुष्यों को ग्रहण योग्य ठहराना है. ക്രിസ്തുവിനെ സേവിക്കുന്നവൻ, जो प्रभु को प्रेम करता है. ഇപ്പോൾ ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള 35ഓളം ഡിവൈസസ്, 2ഉം 3ഉം 4ഉം ഒക്കെ പേരായി കയറിയിരിക്കുന്ന ഈ 35ഓളം ഡിവൈസസിലുള്ള നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നാം എല്ലാവരും ക്രിസ്തുവിനെ സേവിക്കുന്നവരാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. ये जूम प्लेटफॉर्म में जितना भी 35 लोग हैं, और एक तो यकीन की कह सकता है कि आप प्रभु को प्यार तो करते हैं. നാം ക്രിസ്തുവിനെ സേവിക്കുന്നവൻ എങ്കിൽ, अगर तुम प्रभु को प्रेम रखते हैं तो രണ്ട് കാര്യങ്ങൾ ആ സേവനത്തിൽ നടന്നിരിക്കണം. दो चीज है वो सेवा में होना है. ഒന്ന്, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. परमेश्वर को प्रसाद करने वाला होना चाहिए. രണ്ട്, നാം മനുഷ്യർക്ക് കൊള്ളാവുന്നവനാകണം. और इंसान को ग्रहण योग्य होना चाहिए. ഇതിൽ ഏറ്റവും എളുപ്പവും ഏറ്റവും താല്പര്യവും ഏതാ നമുക്ക്? इसमें से कौन सा जल्दी हो सकता है? നമുക്ക് ഏതാ ഇത് കൂടുതൽ താല്പര്യം ഏതാ? മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നു. അയ്യോ അല്ല, നമുക്കെല്ലാവർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് താല്പര്യം. നമുക്കെല്ലാവർക്കും ദൈവത്തെ പ്രസാദിപ്പാനാണ് താല്പര്യം. अब सब चाहते हैं कि परमेश्वर को उनका प्रसाद. നമ്മളെല്ലാം നല്ല ആത്മീയന്മാരല്ലേ? നമ്മളെല്ലാം നല്ല ആത്മീയന്മാരായതുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക, അതാണ് നമ്മുടെ മുഖ്യ അജണ്ട. ഒരു തർക്കവുമില്ല. हमारा ये विचार है, हम परमेश्वर को ही उनको ही प्यार करते रहेंगे. നാം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അതിനൊരു മറുവശം ഉണ്ട് പ്രിയപ്പെട്ടവരെ, നാം മനുഷ്യരെയും പ്രസാദിപ്പിക്കണം. और परमेश्वर को भाना चाहते हैं तो जरूर उसका एक दूसरा बात है कि इंसान के सामने भी ग्रहण योग्य बनना है. പക്ഷെ എളുപ്പം ഏതാണെന്നറിയാമോ? എളുപ്പം कौन सा अच्छा होता है, जल्दी हो सकता है? എളുപ്പം മനുഷ്യരെ പ്രസാദിപ്പിക്കാനാണ്. इंसान को देखभाल करना है. നമ്മുടെ ഉള്ളിൽ 100% പകയും എന്താ പറയണ്ടേ, വിദ്വേഷവും എന്ന് വേണ്ട എന്തെല്ലാം പിടിച്ചുകൊണ്ട് ഈ മുകളിൽ കാണുന്ന രണ്ട് സാധനം ഉണ്ടല്ലോ, അതൊന്ന് വെളുക്ക ചിരിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല താല്പര്യമാണ്, വളരെ എളുപ്പവുമാണ്. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. अपने दिल के अंदर सारे गलतियों को रख के हम हंस के घूम सकता है, लेकिन उससे फायदा कुछ नहीं. ഈ രണ്ട് ചിറി ഉണ്ടല്ലോ, ഈ രണ്ട് ചുണ്ടുകൾ എന്തെല്ലാം കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന സാധനമാണെന്ന് അറിയാമോ? 2-3 പല്ലും കൂടെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ, വെപ്പുവല്ലാണെങ്കിലും മതി, ആ 2-3 പല്ലും കൂടെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ഓൾറൈറ്റ്. अगर हमारे 2 जीभ है और 2 सिद्धांत है तो हर चीज को हम ऑलराइट करना सकते हैं. പക്ഷേ ഹൃദയങ്ങളിലേക്ക് ഒരു വ്യക്തി നോക്കുന്നുണ്ട്, അന്തരാത്മാവിൽ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. അത് ഹൃദയങ്ങളെയും അന്തരിന്ദ്രങ്ങളെയും ശോധ ചെയ്യുന്ന സാക്ഷാൽ ദൈവമാണ്. हमारे जिंदगी दिल के अंदर देखने वाला परमेश्वर है, जो अपने अंदर इंद्रियों को देखता है. ആ ദൈവത്തിന്റെ അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണിന്റെ മുമ്പിൽ ഞാൻ आंखों के सामने ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ഞാൻ മനുഷ്യന് കൊള്ളാവുന്നവനും ആയിരിക്കണം. अगर परमेश्वर को तू भाता है तो जरूर इंसान के सामने भी अच्छा होगा. എത്ര മനുഷ്യർ, എത്ര പ്രിയപ്പെട്ടവർ നമ്മെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നുണ്ട്. നാം ചെയ്ത ഒരു ഉപകാരത്തിന്റെ അടിസ്ഥാനത്തിൽ हमने किसी के लिए कुछ भला कर लिया तो हमारे बारे में कितने लोग प्रार्थना करते हैं. നാം ചെയ്ത ഒരു സൽപ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ, ഒരു നല്ല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ, ഒരു ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര പേർ, സഹോദര നിന്നെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു, എന്റെ ബുദ്ധിമുട്ടിന് നീ സഹായിച്ചു. പൗലോസ് അതാ ഫിലിപ്പിയർക്ക് പറഞ്ഞ്, നിങ്ങൾക്ക് അവസരം കിട്ടിയില്ല, കിട്ടാഞ്ഞിട്ടാണോ പ്രിയപ്പെട്ടവരെ? और जैसे पौलुस ने कहा है कि तुम्हें अवसर नहीं मिला, हमारी जिंदगी में कितने लोगों ने तुमने कुछ उनके लिए कर लिया, उस वजह से प्रार्थना करते हो, धन्यवाद करते हो. ഈ പൗലോസിന്റെ മാതൃക 15-ാം അധ്യായത്തിൽ ചില ദൃഷ്ടാന്തങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൃഷ്ടാന്തം
പൗലോസ് എന്ന ദൃഷ്ടാന്തം, റോമയിലെ സഭ എന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ 15-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചിരുന്ന ഒരു വസ്തുതയുണ്ട്. പൗലോസ് എന്ന ആ വലിയ മനുഷ്യൻ അവരോടുകൂടെ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവകരമായ നാം ആ കാര്യം ശ്രദ്ധിക്കണം. ये 15वां वचन में उन्होंने अलग अलग दृष्टांतों को दिखाया, प्रभु यीशु के बारे में, पौलुस के बारे में, रोमियो की कलीसिया के बारे में. ये दिखाता है पौलुस को उनके साथ के संबंध कैसे होते थे. പൗലോസിന് അവന്റെ കൂട്ടുസഹോദരന്മാരുള്ള ഹൃദ്യമായ ബന്ധം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. उनके भाई लोगों के बारे में जो विचार था, उनका जो संगति था, वो इधर दिखाते. മനുഷ്യന് കൊള്ളാവുന്നവനായിരിക്കാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവർ. इंसान के सामने अच्छे बनने के लिए, ग्रहण योग्य बनने के लिए हमें रहना है. ഇത് എന്റെ വിഷയമല്ല, ഇത് മറ്റാരുടെയോ വിഷയമാണെന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുവാൻ നമുക്ക് ആർക്കും വ്യവസ്ഥ ഇല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കടമ, നമ്മുടെ ഉത്തരവാദിത്വം നാം നിർവഹിക്കേണ്ടതുപോലെ നിർവഹിച്ചേ മതിയാകുള്ളൂ. നാം ദൈവത്തെ സേവിക്കുന്നവരാണെന്ന് പറയുന്നെങ്കിൽ, अगर आप बताते हैं कि हम परमेश्वर को सेवा करते हैं, जरूर ये नहीं बोलना है कि ये मेरा बात नहीं है करके आप उसको इनकार नहीं कर सकते. 19-ാം വാക്യം ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല. 19-ാമത്തെ വാക്യം, ആകയാൽ സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനവിനും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുക. 19वां वचन में कहते हैं, इसलिए उन बातों में लगे रहे कि जिसमें मेल मिलाप और एक दूसरे की सुधार हो. അന്യോന്യം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനവിനും ശ്രമിച്ചുകൊള്ളുക. आपस में आत्मिक वर्धना के लिए और शांति के लिए काम करो. എന്റെ ജീവിതം കൊണ്ട്, എന്റെ ശുശ്രൂഷ കൊണ്ട്, ഞാൻ ഏർപ്പെടുന്നത് കൊണ്ട്, ഞാൻ ഇടപെടുന്നത് കൊണ്ട് എന്റെ കൂട്ടു സഹോദരന് ആത്മീക വർധന ഉണ്ടാകുന്നുണ്ടോ? मेरे वजह से मेरे भाई को आत्मिक वर्धना उसकी जिंदगी में आता है क्या? ഈ ചോദ്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ പല രാത്രികളായിട്ട്, രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ എന്നോട് ചോദിച്ച് ഞാൻ ഓലവാലെ കരഞ്ഞ വേദഭാഗമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും പരിസരം മറന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. मेरे दिल के अंदर यही बातें मैं सोचते रहे, इसलिए और दुख के साथ रोते हुए मैं आपसे ये बातें कर रहा हूं. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ഹൃദയം ദൈവമാകെ തകർക്കപ്പെടുവാനിടയായി പ്രിയപ്പെട്ടവരെ, പല കാരണങ്ങളാൽ. मेरा दिल तो परमेश्वर के सामने टूट गया था पीछे बहुत कारणों से. എന്റെ കൂട്ടു സഹോദരന്റെ ആത്മീയ ജീവിതത്തിന് ആത്മീയ വർധന വരുത്തുവാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ എന്റെ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം, ഞാൻ എന്ത് നേടുന്നു പ്രിയപ്പെട്ടവരെ, ഞാൻ എന്ത് നേടുന്നു? अपने भाई को अगर उनको आत्मिक उन्नति नहीं बना सकता है तो मैं जिंदगी क्यों बिता दूं? നമ്മുടെ ഹൃദയത്തെ ഒരു ഭാരമുളവാക്കുവാൻ ഈ വസ്തുത കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. ये हमारे दिल के अंदर एक बड़ा विचार बनने के लिए मैं प्रार्थना करता हूं. എന്റെ ഭാര്യ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു സൂം മീറ്റിംഗ് അല്ലേ, ഇത്ര തൊണ്ണു തുറന്ന് പറയുന്നത് എന്തിനാ? ദേഹമാസകൾ വേർതിരിക്കുക, എന്തിനാ ഇത്രയും ഒച്ചപ്പാടുണ്ടാക്കുന്ന എന്നോട് എന്റെ ഭാര്യ ചോദിക്കാറുണ്ട്. पूछते हैं कि इतना जोर से क्यों बोलते हो, इतना पूरा शरीर में स्वेटिंग क्यों करते हो? എനിക്ക് കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ ആലോചന എന്റെ ഹൃദയത്തെ അത്രമാത്രം ഭരിക്കുന്നു. ഞാൻ എന്റെ മുഴുവൻ ശബ്ദവും ഉയർത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ ഹൃദയത്തിന്റെ ആവേശമാണത്. എന്റെ കൂട്ടു സഹോദരന്, എന്റെ സഭയ്ക്ക് ആത്മീയവർദ്ധന കഴിക്കാൻ അല്ലെങ്കിൽ കൊടുക്കുവാൻ കഴിയാത്ത ഒരു ജീവിതമാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നെങ്കിൽ ഞാൻ എത്രയോ പിറകിലാണ്. मेरा दिल में ये बिल्कुल छूने वाला बात है. मैं दिल से कहता हूँ कि अगर मैं अपने भाई को, अपनी कलीसिया को आत्मिक वर्धना नहीं दे सकते तो मैं क्यों जिंदा? ഈ അവസാന സാഹചര്യത്തിൽ, ഈ ലാസ്റ്റ് ബെല്ലടിക്കാൻ പോകുന്ന ഈ അവസാന സാഹചര്യത്തിലെങ്കിലും ഞാൻ നിങ്ങളും ഇത് മനസ്സിലാക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? आखिरी बेल बजने का समय आ गया है. क्या आप ये समझते हैं? സമയം പൂർണ്ണമായി തീർന്നിരിക്കുന്നു. 20-ാമത്തെ വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, ഭക്ഷണം നിമിത്തം എന്ന് വെച്ചാൽ നിന്റെ പ്രാഥമിക ആവശ്യ നിമിത്തം. അടുത്ത വാക്ക് നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നതാണ്. 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 20-ാമത്തെ വാക്യം, ഭക്ഷണ നിമിത്തം ദൈവ നിർമ്മാണത്തെ അഴിക്കരുത്. ഭക്ഷണം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ പ്രാഥമികമായ ആ ഏറ്റവും വലുതാകട്ടെ ചെറുതാകട്ടെ ഒരാവശ്യമാണ്. എന്നാൽ ആ ഭക്ഷണം നിമിത്തം നീ ദൈവ നിർമ്മാണത്തെ അഴിക്കരുത്. लिखता है कि 20वां वचन में लिखता है कि भोजन के कारण परमेश्वर को काम को नहीं बिगाड़ना.
ഭോജൻ കെ കാരൻ, ഭക്ഷണം എന്നതായ ആ കാരണം, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ലഘുവായ വിഷയം, ഒരു എന്താ പറയുക, അത്രത്തോളം പ്രാധാന്യം അർഹിക്കാത്തതായ ഒരു വിഷയം നിമിത്തം, അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, ദൈവ നിർമ്മാണത്തെ അഴിക്കരുത്. और भोजन एक साधारण मामूली बात है, लेकिन आगे देखिए कि परमेश्वर का काम को तो बिगाड़ रहा है. ദൈവ നിർമ്മാണത്തെ അഴിക്കരുതെന്ന്, परमेश्वर का जो सृष्टि उसको ही तुम तोड़ रहे. എനിക്ക് അറിഞ്ഞുകൂടാ അതിന്റെ 100% വ്യാഖ്യാനത്തിലേക്ക് പോകുവാൻ ഞാൻ അശക്തനാണ്. ദൈവനിർമ്മാണത്തെ അഴിക്കുവാൻ ഈ ഒരു ചെറിയ കാര്യത്തിന് സാധിക്കുമെന്ന് मैं ये समझ नहीं सकता, एक छोटा सा मामूली ये चीज परमेश्वर का काम को बिगाड़ सकता है, ये सोच नहीं सकता है, मेरे को समझ नहीं आता. എന്റെ കൂട്ടുസഹോദരൻ ദൈവം ഒരു കാര്യം പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. और मेरे भाई के अंदर परमेश्वर कुछ बनाना चाहते. എന്റെ കൂട്ടുസഹോദരനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും എന്റെ ചിന്തയ്ക്കോ എന്റെ ബിയോണ്ട് മൈ എന്താ പറയണ്ടേ, എന്റെ ഇമാജിനേഷൻ ഒരുപാട് അപ്പുറത്താണ് എന്റെ കൂട്ടുസഹോദരനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ. मेरे भाई के बारे में परमेश्वर का जो प्लान है, उद्देश्य जो है, ये मेरे चिंता का परे है, लेकिन परमेश्वर का ही प्लान है. എന്നാൽ എന്റെ ശാപ്പാട് എന്റെ ഉദരത്തിന്റെ ആവശ്യ നിമിത്തം ദൈവത്തിന്റെ നിർമ്മാണത്തെ അഴിക്കരുത്. मेरा भोजन का मामूली चीजों को बारे में उसको सोचने की वजह से परमेश्वर का निर्माण को तुम नहीं तोड़ना है. ഇപ്പോഴും ചിലർ വിചാരിക്കുന്നത്, ഇപ്പോഴും ഈ സമയത്തും ഈ 11:30 ആയ ഈ സമയത്തും ചിലർ വിചാരിക്കുന്നത്, ഈ റോമാക്കാട് പറഞ്ഞ കാര്യത്തിൽ നമുക്ക് എന്താ ഇത്ര വലിയ കാര്യം എന്ന് ചിന്തിക്കുന്നു. कोई लोग सोचते हैं कि वो तो रोमियो को कहा गया है, हमें इससे क्या मतलब. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മോട് തന്നെയാണ്, എന്നോട് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. परमेश्वर का आत्मा हमसे बात करते हैं. ഞാൻ രണ്ട് കാര്യങ്ങൾ ഒരു വാക്കിൽ ഞാൻ പറയട്ടെ. 21ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സഹോദരന് ഇടർച്ച ഉണ്ടാക്കരുത്. और 21वां वचन में कहते हैं कि ये भाई को ठोकर नहीं बनाना है. നിങ്ങൾ വായിച്ചു പഠിച്ചു. ഞാൻ അവസാനിപ്പിക്കുന്നു. मैं खत्म करने जा रहा हूँ, आप सोच. 23ാമത്തെ വാക്യത്തിൽ കൂടെ വായിക്കുന്നു, 23वां वचन को भी हम देखेंगे. വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്, പാപം. विश्वास से जो नहीं होता है सब पाप है, ऐसे लिखा है. വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ് പ്രിയപ്പെട്ടവരെ, പാപം. നാം അത് തിരിച്ചറിയണം. विश्वास से जो नहीं होता है वो पाप है, ये हमें समझना चाहिए. എന്ന് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. परमेश्वर आपको मदद करे. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തോട് സംവാദിച്ചതായ ചില സത്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പാകെ പറയുവാൻ കർത്താവ് എന്നോട് കരുണ കാണിച്ചു. पवित्र आत्मा मेरे दिल के साथ जो संवाद किया, कुछ बातें आपके सामने मैंने रखा. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഹൗ വി യൂസ് ദി ഓപ്പർച്യൂണിറ്റി വി ഗോട്ട്. നമുക്ക് ലഭിച്ച അവസരം നാം എങ്ങനെ ഉപയോഗിച്ചു? हमारे को जो मिला हुआ अवसर को हमने किस प्रकार. ഇത് പെട്ടെന്നൊന്നും ഒരു വാക്കിലോ ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ടോ പറഞ്ഞാൽ തീരുന്ന ഒരു സന്ദേശമല്ല. എന്തെല്ലാം സത്യങ്ങൾ ദൈവാത്മാവ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ലഭിച്ച അവസരം ഞാൻ എങ്ങനെ ഉപയോഗിച്ചു? थोड़े से शब्दों में खत्म नहीं कर सकता है. जो परमेश्वर का आत्मा इसके अंदर छिपा हुआ है, इतने आशय है, जो अवसर परमेश्वर ने मुझे दिया, क्या मैं इस्तेमाल करता हूँ? ഓരോന്നിനും നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് പറയേണ്ടതായിട്ട്. हर चीज के लिए लेखा देना है परमेश्वर के साथ. ഈ തിരുവെടുത്ത് നാം വിശ്വസിക്കുന്നെങ്കിൽ, अगर परमेश्वर ये बाइबल को हम विश्वास, ഇത് ദൈവവചനമാണെന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ, അംഗീകരിക്കുന്നെങ്കിൽ, ये परमेश्वर का वचन करके हम समझते हैं, ഇതിൽ യാതൊരു തെറ്റുമില്ല എന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ, इसमें कोई गलत नहीं है. अगर आप സത്യമാണ്, ഞാനും നിങ്ങളും ഓരോരുത്തൻ സകലത്തിനും കണക്ക് പറയണം, പറഞ്ഞേ മതിയാകുള്ളൂ. हम सब एक दूसरे परमेश्वर के सामने, प्रभु के सामने इसका लेखा देना ही पड़ेगा. ये बात सच्ची बात. 5 താലന്ത് ലഭിച്ചവൻ 5ന്റെയും കണക്ക് പറയണം. 1 താലന്ത് ലഭിച്ചവൻ കണക്ക് പറയാതിരിക്കാനും കഴിയുന്നതല്ല. जिसको 5 तालंत मिला है वो जवाब तो देना है, जिसको 1 तालंत मिला है कोई ऐसा नहीं हो सकता है कि वो കണക്ക് പറഞ്ഞേ മതിയാകുള്ളൂ. जवाब तो देना ही पड़ेगा. ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കാൻ നമുക്ക് ഒരുങ്ങാം പ്രിയപ്പെട്ടവരെ. उनके न्यायासन के सामने खड़ा होने के लिए हम तैयार हो जाए. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട അവസാന ലാപ്പിൽ ഞാൻ നിങ്ങൾ എത്തി നിൽക്കുകയാണ്. आखिरी समय पहुंच गया है. നമുക്ക് ഈ വസ്തുത തിരിച്ചറിയാം. ये बातों को हम समझ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദകരമായ പ്രായോഗിക നിർദ്ദേശങ്ങൾ കൈക്കൊള്ളാം. और जो प्रायोगिक बातें हमारी जिंदगी में सुधारने का है, वो നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ബഹുത്വപ്പെടുത്താം.
अपनी जिंदगी से परमेश्वर को हम प्रसाद कराएं। ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. उनके नाम की महिमा हो। നിങ്ങൾ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എന്നോട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്, പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ സംസാരിച്ചതാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ഓൺ ചെയ്യാൻ പറഞ്ഞതിന്റെ കാര്യത്തിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഈ സമയത്തെ ഗൗരവമായി കാണണമെന്നുള്ള ഒറ്റ കാര്യത്തെ മുൻനിർത്തിയാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾ വിശേഷാൽ ശ്രദ്ധിച്ചു, അനുസരിച്ചു. എല്ലാവരോടും നന്ദിയുള്ളവരാണ്. നിങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുകയും എന്റെ സ്ഥലം സഭയുടെ അതേ മാനദണ്ഡത്തിൽ ഞാൻ കാക്കനാട് സഭയെ കാണുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളിൽ ഒരു അംഗമായി തന്നെ തുടരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും എനിക്കും ഉണ്ടാകണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അവസരത്തിന് ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് കാക്കനാട് സഭയെ ഓർത്ത് ദൈവത്തെ ഞാൻ ആത്മാർത്ഥമായി സ്തോത്രം ചെയ്തുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു ബ്രദർ, താങ്ക് യു. താങ്ക് യു. നമുക്ക്